യഥാർത്ഥ എളിമയുടെ ഏറ്റവും വ്യക്തമായ ബൈബിൾ ഉദാഹരണങ്ങളിൽ ഒരാളാണ് അപ്പോസ്തലനായ പൗലോസ്. പുതിയ നിയമത്തിലെ ഭൂരിഭാഗം പുസ്തകങ്ങളുടെ രചയിതാവും നിരവധി സഭകളുടെ സ്ഥാപകനുമായിരുന്നെങ്കിലും അദ്ദേഹം നിരന്തരം തന്നിൽ നിന്നും ക്രിസ്തുവിലേക്ക് ശ്രദ്ധ തിരിച്ചിരുന്നു. അദ്ദേഹം തന്നെക്കുറിച്ച് പറയുന്ന ചില വാക്കുകൾ ശ്രദ്ധിക്കുക. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 9-ാം വാക്യം, ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവൻ. എഫേസ്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യം, സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവൻ. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 7-ാം വാക്യം, എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. തിമോത്തിയോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യം, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. പൗലോസിന്റെ താഴ്മ ആത്മാഭിമാനക്കുറവിൽ നിന്നല്ല ഉണ്ടായത്, അത് ദൈവകൃപയെക്കുറിച്ചുള്ള ഉയർന്ന വീക്ഷണത്തിൽ നിന്നാണ് വന്നത്. ക്രിസ്തുവിനെ കണ്ടെത്തുന്നതിന് മുമ്പ് താൻ ആരാണെന്ന് അദ്ദേഹം ഒരിക്കലും മറന്നില്ല. തൻ്റെ ഭൂതകാലത്തെ ഓർമ്മിക്കുന്നത് അവനെ തളർത്തിയില്ല, അത് ദൈവത്തിൻ്റെ കരുണയെ മഹത്വപ്പെടുത്തി. ഇന്ന് നാം എന്തെങ്കിലും ചെയ്യുമ്പോൾ, നേടുമ്പോൾ അതിൻ്റെ മഹത്വം നാം തന്നെ എടുക്കുന്നു. അതിൻ്റെ കൂടെ അഹങ്കാരവും നിഗളവും കൂടിച്ചേരുന്നു. ഇന്നത്തെ ആത്മീയ ലോകത്തിന് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അപജയം അതുതന്നെയാണ്. ഇടയ്ക്കിടെയെങ്കിലും ദൈവം നമ്മെ എന്തിൽ നിന്നാണ് രക്ഷിച്ചതെന്ന് ഓർക്കുക. ഇന്നുള്ള എല്ലാ ദാനങ്ങളും പദവികളും ഉയർച്ചകളും കൃപ മൂലമാണെന്ന് തിരിച്ചറിയുക. ആൻഡ്രൂ മൂറെ പറഞ്ഞതത്രേ, ഹ്യൂമിലിറ്റി ഈസ് നത്തിങ് ബട്ട് ദി ഡിസപ്പിയറൻസ് ഓഫ് സെൽഫ് ഇൻ ദ വിഷൻ ദാറ്റ് ഗോഡ് ഈസ് ഓൾ. ദൈവം എല്ലാമാണെന്ന ദർശനത്തിൽ സ്വയം അപ്രത്യക്ഷമാകുന്നതാണ് വിനയം എന്നത്. നേട്ടങ്ങളിൽ നമ്മുടെ ഐഡന്റിറ്റി കെട്ടിപ്പടുക്കുന്നത് നിർത്തുമ്പോഴാണ് വിനയം ആരംഭിക്കുന്നത്. നമ്മുടെ മൂല്യം ക്രിസ്തുവിൽ നിന്ന് മാത്രമാണെന്ന് നാം മനസ്സിലാക്കുക. ഓരോ ദിവസവും ദൈവസന്നിധിയിൽ കീഴടങ്ങലിനായി തയ്യാറാകുക. നമ്മെ വിനയത്തോടെ നിലനിർത്തുന്ന കൃപയ്ക്കായും അപേക്ഷിക്കുക. നിഗളത്തെ നമ്മുടെ ഏറ്റവും വലിയ ശത്രുവായി കണക്കാക്കുക. എന്നിട്ട് വിനയത്തെ നമ്മുടെ ഏറ്റവും വലിയ സ്നേഹിതനായി സ്വീകരിക്കുക. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.